ആദ്യം തന്നെ നിങ്ങളുടെ അടുത്തൊരു വിശേഷം പറയാനുണ്ട്. എൻ്റെ അമ്പ് ഇത് നമ്മൾ കൂട്ടിനകത്തോ നൈസല്ലേ, ബ്ലാക്ക് നൈസ് ആയിട്ടുണ്ട്. മയില് പോലെ വിടരുന്ന പണ്ടത്തെ പോലെ അല്ല, ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു തുറന്നെടുത്തു. അത് പറഞ്ഞിട്ട് നമുക്ക് ഇവരെ റിലീസ് ചെയ്യാം. യെസ്, അപ്പോൾ അതെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എത്തി. സമയം വന്നിട്ട് 4:45 കേട്ടോ. അപ്പോൾ നമ്മളൊരു അടിപൊളി പർച്ചേസ് നിധി പോയി സെലക്ട് ചെയ്ത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വണ്ടിയുണ്ട്, നമ്മളിവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. അപ്പോൾ ഞാനും നിധിയാണ് കേട്ടോ ഇന്ന് പർച്ചേസിന് വേണ്ടി പോയത്. അപ്പോൾ നിധിക്ക് അവിടെ പോയപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ സാധനം നമുക്ക് ബഡ്ജറ്റ് കൊള്ളുന്നതല്ല. എന്തായിരുന്നു? പൈനാപ്പിൾ 90, ഒരു പേര് 8000 രൂപ. ഒരു കാര്യം ചോദിക്കാം, അവനെ പോലെ വേറെ ആൾക്കാരെ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലല്ല, നിങ്ങൾ കാണാണ്ടാണ് നിങ്ങളുടെ കഥകൾ മൊത്തം പറയുന്നത്. അപ്പോൾ അവർ പോയി കണ്ടിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ആളെ കൊണ്ട് നേരെ നമ്മളെ കൂട്ടിലോട്ട് പോകും. കൂടുതലും കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്, അതും കാണിച്ചു തരാം. നമ്മളെ പുതിയ ആൾക്കാരെ നമ്മൾ ഇപ്പോഴാണ് തോന്നുന്നത് ഇങ്ങനത്തെ ടൈപ്പ് മേടിക്കുന്നത്. നമ്മൾ ഷോപ്പിലോട്ട് എത്തി. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുന്നേ വന്ന ഷോപ്പാണ് കേട്ടോ ഇത്. ഏതാണെന്ന് കാണിച്ചു തരാം. നമുക്ക് വണ്ടി ഇവിടെ അങ്ങ് ചേർത്ത് പാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പുതിയൊരു ഷോപ്പിലാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഷോപ്പ്, നമ്മളെപ്പോഴും പോകുന്ന ഷോപ്പ് കണ്ട് മടുത്തു വന്നു. അപ്പോൾ നമ്മൾ ആ ഷോപ്പ് വിട്ട് നമ്മളൊരു പുതിയ ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, പ്രാവ് തൊട്ട് ബേർഡ്സ്, ഫിഷസ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇഷ്ടം പോലെ പട്ടി, പൂച്ച, എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. വിഷ്വലൊക്കെ കാണിച്ചു തരാം കറക്റ്റായിട്ട്. യെസ്, നമ്മളിതേ ഇറങ്ങി. ഇതാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്ന ഷോപ്പ്. ഇറങ്ങിയപ്പോൾ തന്നെ നിധി നോക്കുന്നത് നമ്മളെ കോമ്പ്രയും പട്ടിക്കുട്ടികളാണ്. അതിനടി കേട്ടോ, പോരിഞ്ഞടി. ഈ സെക്ഷൻ മുഴുവനും അവിടെ ഡോഗ് കിടപ്പുണ്ട്. അങ്ങ് പ്രാവ്, ഇവിടെ പൂച്ച, ഇവിടെ ബേർഡ്സ്, എല്ലാവരും കിടപ്പുണ്ട്. അപ്പോൾ ഡീറ്റെയിലായിട്ട് കാണിച്ചാൽ നിധി കയറുമ്പോൾ തന്നെ അത് നിധി ഇതേന്ന് എടുക്കണമെന്ന് പറയരുത്, കാരണം നമ്മളതിൽ ഓൾറെഡി ഒരാളുണ്ട്. ആ കണ്ണും ആ കളർ തന്നെയാണ് കേട്ടോ അതെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ അതെ ഏറ്റവും താഴെയും തുടങ്ങണം, മോളിയും തുടങ്ങണം. അത് മോളിയിൽ നിന്ന് തുടങ്ങാം. മുകളിൽ വന്നിട്ട് നമ്മളെ ആഫ്രിക്കൻസ് ആണ് കേട്ടോ അതെ. ഇവിടെ വന്നിട്ട് എല്ലാം നമ്മളെ ജാവ. താഴത്തേക്ക് വരുമ്പോൾ മൊത്തം നമ്മളെ ലവ് ബേർഡ്സ്. ഏറ്റവും താഴെ വന്നിട്ട് നമ്മളെ ഡയമണ്ട് ഡൗൺ. നമ്മളെ കിളിക്കൊണ്ടകത്ത് എത്രണ്ണം ഉണ്ടായിരുന്നോ. എലി കയറിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും സൂപ്പറായിട്ട് അവർ നിൽക്കേണ്ടതായിരുന്നു കണ്ടോ. അവിടുന്ന് നേരെ നമ്മൾ ഇങ്ങോട്ട് മാറുമ്പോൾ ഇവിടെ നമ്മളെ കോഴിക്കാർപ്പൂലാണ് കേട്ടോ. ഇത് കിസ്സിങ് ഗൗരമ്മിയാണ് കേട്ടോ, വലിയ സൈസ്. അതിൻ്റെ കുട്ടികളാണ് കേട്ടോ ഇതെല്ലാം. താഴെ വന്നിട്ട് നമ്മളെ ഗൗരാസും കിടപ്പുണ്ട്, ഫ്ലാറ്റീസും കിടപ്പുണ്ട്. കാലിക്കോ ഗോൾഡാണ് കേട്ടോ ഈ കിടക്കുന്നത്. കൊല്ലല്ലേ ഇത്, നമ്മളിത് മേടിച്ചിട്ടില്ലല്ലേ. ഇവിടെ നമ്മളെ കോഴിക്കാർപ്പ് കൈകൊണ്ട് വെച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ അത്. ഏറ്റവും താഴെ വന്നിട്ട് നമ്മളെ ഷാർക്കാണ്. ഇവനെ എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ. നമ്മളെ പാക്കുവാണ്, പാക്കുവിൻ്റെ ബ്ലാക്ക് കേട്ടോ. അത് റെയറാണ് കേട്ടോ. ബ്ലാക്ക് നൈസായിട്ടുണ്ട്, ഈ 2 ബ്ലാക്ക് ആണ്. അകത്തോട്ട് വേറെ കളേഴ്സും കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇവിടെ കിടക്കുക നമ്മളെ പൈനാപ്പിൾ 90 കിടപ്പുണ്ട്. നമ്മളെ കോക്ടെയിൽ, നമ്മളൊരു ലോഡ് കോക്ടെയിൽ ഓൾറെഡി മേടിച്ചായിരുന്നു. എന്നാടി ഇവിടെ വരുമ്പം നമ്മളെ പേർഷ്യൻ ക്യാറ്റ്സ് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാ. ഇത് നൈസായിട്ടുണ്ട് കേട്ടോ, നമ്മളെ ഡോറയെ പോലെ. താഴെ വരുമ്പോഴും നമ്മളെ പേർഷ്യൻ. നിധിയുടെ കൈ വെച്ച് കൊടുത്തപ്പോൾ നക്കണം കേട്ടോ. ഇവിടെയും കിടപ്പുണ്ട് ഒരു പേർഷ്യൻ. നിധി ആളെ കണ്ടോ. ഇവിടെ നമ്മളെ കോക്ടെയിൽസ്. പിന്നെ കടക്കകത്ത് ഫുൾ അക്സസറീസ് ആണ് കേട്ടോ. ബാക്കി എല്ലാം മേളിൽ വരുന്ന കൂടും അക്സസറീസുമാണ്. അതിൻ്റെ അകത്തായിട്ട് നമ്മൾ കയറുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ കാർപ്പ് വെറൈറ്റിയാണ് കേട്ടോ ഇത്. എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ ആളെ? ജാറ് കിടപ്പുണ്ട്. ഈ സൈസായിരുന്നു, കുറച്ചും കൂടി സൈസ് ഉണ്ടായിരുന്നു. ഈ ടാങ്കിൻ്റെ അകത്ത് നമ്മളെ ജൈൻറ്റ് ഗൗരാമയാണ് കേട്ടോ ഈ കിടക്കുന്നത്. റിഫ്ലക്ഷൻ ആയിട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. അതെ ജൈൻറ്റ് ഗൗരാമി. തൊട്ടടുത്തത് നമ്മൾ അജോണ കിടക്കുന്നു. നൈസല്ലേ. നമുക്കതെ അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറുമ്പോൾ കണ്ട ആള് കണ്ട ആൾക്കാർ കിടക്കുന്നു. അയ്യോ എല്ലാം കൂടി തട്ടി മറിക്കുന്നു. ഈ വരുന്നത് മുഴുവനും പ്രാവിൻ്റെ സെക്ഷൻ. അങ്ങോട്ട് മൊത്തം പ്രാവിൻ്റെ സെക്ഷൻ ആണ് കേട്ടോ. പറഞ്ഞ് കാണിച്ചു തരാം. അതെ നിധി നമ്മൾ പണ്ട് എടുക്കാൻ വേണ്ടി നിന്ന ആള് പെൻഗ്വിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ. അത് നിധി വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്. പ്രാവിനെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രാവിനെ കണ്ട് നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ നമുക്ക് കുറച്ചും കൂടി മയില് പോലെ വിടരുന്ന പ്രാവിനെ സെലക്ട് ചെയ്തെടുക്കാം. അതേപോലത്തെ അതെ
നമുക്ക് ഇതേപോലത്തെ എടുത്താലോ? ഇത് കൊള്ളായിരിക്കുമല്ലോ, നമ്മൾ ഇതുവരെ അത് എടുത്തിട്ടില്ലല്ലോ. ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ നമുക്ക് അങ്ങനത്തെ വല്ല നോക്കിയെടുക്കാം കേട്ടോ. ഇത് വന്നിട്ട് ഇത് ആക്ച്വലി എന്താണെന്നൊരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ചിക്കിളിൻ്റെ വെറൈറ്റി ആണെന്ന് തോന്നുന്നത് കേട്ടോ. നമ്മുടെ ജയിൻറ്റ് വരാമി കിടക്കണം കേട്ടോ. നമ്മുടെ കയ്യിൽ ബ്ലാക്ക് ഇതിൻ്റെ ഒരാൾ കിടപ്പുണ്ട്, ഓലിജി. എൻ്റെ തീരെ കുഞ്ഞ് കേട്ടോ. ആ എൻ്റെ അമ്പു, ഇത് നമ്മൾ കൂട്ടിനകത്തോ? പിന്നെ ഗ്രില്ല് ചെയ്യാനോ? പൊടി എൻ്റെ അമ്മ, ഒരു സൈസ് ഉണ്ടോ? വേണ്ട, കൊത്തൊന്നും കിട്ടണ്ടേ. അതെ ഇവിടെ ആളെ കിടപ്പുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, അതേ അങ്ങോട്ട് നോക്കിക്കേ. ആ മുകളിലത്തെ ആ വെറൈറ്റി നോക്കിക്കേ. എടാ ഇത് ഭയങ്കര ക്രൂഡായി, കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. ഓ കിളികളെയൊക്കെ പറ്റിയ പിന്നെ ആ അതെ ഇവര് കൊള്ളാം അല്ലേ? എടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് എടുക്കാടി. ആ ഇവര് കൊള്ളതില്ലേ? അതും കൊള്ളാം കേട്ടോ, ഇവരും കൊള്ളാം കേട്ടോ. ആണോ? ഓക്കെ. ഇവിടെ ഒരു വെറൈറ്റി കിടക്കുന്നു, ഇവിടെ ഒരു വെറൈറ്റി. ഇതൊക്കെ സത്യം പറഞ്ഞാൽ പ്രാവുകൾക്ക് ഓരോരോ നെയിമുണ്ട്. ഒരു ഐഡിയ ഇല്ല കേട്ടോ, ഇത് എന്തൊക്കെയാണെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. ഇവിടെയും കുറച്ച് ആൾക്കാർ കിടപ്പുണ്ട് നൈസായിട്ടില്ലേ. ഇവന്മാരൊക്കെ അടിപൊളി കേട്ടോ. പ്രാവുകൾ ഇഷ്ടം പോലെ കേട്ടോ. ഓ അതെ ഈ സൈഡും ഉണ്ടല്ലേ പ്രാവ്, ഇത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഈ സൈഡും ഇഷ്ടംപോലെ പ്രാവുകളതെ. അപ്പോൾ നമുക്കേ പ്രാവ് നമുക്ക് എടുക്കാം. എന്ത് പറയുന്നു? ഏതെടുക്കാം? അതല്ലേ, നമ്മൾ അത്രയും വലിയ പാലുള്ള നമ്മളിതിൽ എടുത്തിട്ടില്ലല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരെല്ലാവരും എടുക്കാം. അപ്പോൾ എന്തായാലും അവരുടെ അടുത്ത് പോയി പറയട്ടെ, നമുക്ക് പ്രാവിനെ എടുക്കാമെന്ന് പറയട്ടെ. അപ്പം നിധി ഇതേ നമ്മളെ കേജുമായിട്ട് വരുന്നുണ്ട്. ഇത് എടുക്കുന്നോ? ബ്ലാക്ക് എടുക്കണോ? വൈറ്റ് മതിയോ? വൈറ്റ് അങ്ങ് അപ്പം അതിലേതൊക്കെ വേണമെന്ന് വെച്ചാൽ എടുത്തോ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഈ വൈറ്റ്. ഓക്കെ, കൊള്ളാം കേട്ടോ. ഇതും കൊള്ളാം കേട്ടോ. അതുപോലെ ഈ മേളിൽ നിന്നുള്ള രണ്ടുപേരെ അങ്ങ് എടുക്കാം കേട്ടോ. ഓക്കെ, ഇത് ബ്ലാക്കും അല്ല ഒരു ഗ്രേയും അല്ലാത്തൊരു കളർ കേട്ടോ. ഇത് കൺഫേം പെയറാണ്. നമ്മൾ അടുത്ത ആളെ എടുത്തു, ബ്ലാക്കാണ് കേട്ടോ. ഇത് വാല് വായിക്കേ. ഓക്കെ, അപ്പം നമ്മുടെ നിധിയുടെ ഇഷ്ടത്തിന് 2 പെയർ ആൾക്കാർ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇവരെ ഇഷ്ടപ്പെട്ട കേട്ടോ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഇവരെ എടുക്കണമെന്ന്. ബ്ലാക്ക് പാക്കു കേട്ടോ. ഞാനിതുവരെ ഇവിടെ കണ്ടിട്ടില്ല, ഇവിടെ ഒന്നല്ല എവിടെയും കണ്ടിട്ടില്ല. പാക്കു വേറെ കളർ കണ്ടിട്ടുണ്ട്, അത് തൊട്ട് അപ്പുറത്തുണ്ട്. ബ്ലാക്ക് കണ്ടില്ല. നമ്മൾ മോസ്റ്റർ ടാങ്കിലോട്ട് എടുക്കണമെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഏകദേശം ഒരു 5 or 6 സെറ്റ് ബേർഡ്സിനെ നമുക്ക് എടുക്കണം. അതായത് ജാവ എടുക്കണം, ഫിഞ്ച് എടുക്കണം, ബജീസ് എടുക്കണം, ഡയമണ്ട് ഡവ് എടുക്കണം, കോക്ടെയിൽസ് എടുക്കണം, അങ്ങനെ കുറേ വെറൈറ്റീസ് എടുക്കണം. യെസ്, അപ്പോൾ കണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ ആൾക്കാരെ കൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് എത്തി. തുറന്നു നോക്കാം. തുറന്നു നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരുമിച്ചാണല്ലേ പോയത്. തുറന്നെടുത്തോ. ഈ എല്ലാവരും ബാക്ക് തിരിഞ്ഞിരിക്കുന്ന കേട്ടോ തുറന്നപ്പോൾ. ഹലോ, ഇങ്ങോട്ട് എവിടെ? അത് കണ്ടുകൂടാ കേട്ടോ. അപ്പോൾ എടുക്കട്ടെ. ഓ എനിക്ക് വാല് കൊണ്ടാണ് കേട്ടോ ഇവർ ഇഷ്ടപ്പെട്ടത്. ഇവര് നമ്മളെ കൂട്ടിക്കൂടെ നടക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ഇതൊക്കെ നമ്മൾ കെട്ടി വെച്ചിരുന്നായിരുന്നു. ഇത് കുരങ്ങന്മാരുടെ ശല്യം, കൂടുതൽ ചുറ്റിനും പട്ടിയുടെ ശല്യം, നമുക്ക് വയ്യ. യെസ്, അപ്പോൾ അതേ നമ്മൾ കൂടുതലോട്ടെത്തി. എനിക്ക് വൈറ്റിന് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യം തന്നെ നിങ്ങളുടെ അടുത്തൊരു വിശേഷം പറയാനുണ്ട്, അത് പറഞ്ഞിട്ട് നമുക്ക് ഇവരെ റിലീസ് ചെയ്യാം. നിരന്നിരിക്കണം നോക്കി എല്ലാവരും. എന്നാ ഇതാണ് നമ്മുടെ പുതിയ വിശേഷം കേട്ടോ. അവൻ ചാടിയടി. യെസ്, നമ്മളെ പെർപ്പൻ്റെ കുഞ്ഞ് 2 പേരുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ നമുക്ക് പോയി, ഒരാളെ സേഫായിട്ട് കിട്ടി. എന്താണ് എന്താണ് പറക്കാൻ വേണ്ടി ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ആൾ. 2 ആഴ്ച കൂടി എടുക്കും. അടുത്ത ആളെന്ത് എഗ്ഗ് ചെയ്ത് ഇരിപ്പുണ്ട്. ഇതും നമ്മളെ പെർപ്പൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ സമയം വന്നിട്ടേ എത്ര മണിയായി? 4:53 കേട്ടോ. പറഞ്ഞാൽ ഞാൻ പുതിയ വാച്ച് മേടിച്ചു, നിങ്ങളടുത്ത് പറയാൻ വേണ്ടി മറന്നുപോയി. ഇതാണ് കേട്ടോ പുതിയ വാച്ച്. കൊള്ളാമില്ല, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നമുക്ക് ആൾക്കാരെ തുറന്നു വിടാം. ബാബാ, ഇന്നലെ ഇറങ്ങിയ കുഞ്ഞാണ് കേട്ടോ അതോ ഇരിക്കുന്നത്. അവരെ കൂടുതലാണല്ലേ നടക്കുന്നത്.
നമ്മളെ കുളം വറ്റിക്കാറായിട്ടത് ഇവരെല്ലാവരും ബുദ്ധിമുട്ടിൽ വന്ന് നിൽക്കുകയാണ്. കണ്ടോ, എയറിൽ വന്ന് നിൽക്കുകയാണ്. അത് നമുക്ക് എന്തായാലും കുളം വറ്റിക്കാറായി. നമുക്ക് ഉടനെ തന്നെ കുളം വറ്റിക്കാം. കുളം വറ്റിക്കുന്നത് ചെറിയ കാര്യമല്ല, ഇച്ചിരി പാടുള്ള കാര്യമാണ് അല്ലേ നിധി? നമ്മൾ കുറച്ചധികം പാടുപെടും കേട്ടോ. കാരണം പണ്ടത്തെ പോലെയല്ല. ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു 3000 നമ്പേഴ്സ് ഫിഷസ് എങ്കിലും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണും. കാരണം നമ്മൾ ഒരു പർച്ചേസിൽ തന്നെ നമ്മൾ 60ഉം 100ഉം അടുപ്പിച്ചെടുക്കുമ്പോൾ ആലോചിച്ച് നോക്കി, ഇത്ര ഒരു 1.5 വർഷമായി പറ്റിച്ചിട്ട് ഒരുപാട് ഫിഷസ് കാണും കേട്ടോ. എല്ലാവരെയും നമുക്ക് പിടിച്ച് കാണിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വലിയ വലിയ ആൾക്കാരെല്ലാം പിടിച്ച് കാണിക്കാം അല്ലേ എന്നിട്ട്? അങ്ങനെ എല്ലാം കാണിക്കാം കേട്ടോ. അതൊരു ഐഡിയ ഉണ്ട്, ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ഉടനെ തന്നെ പറ്റിക്കാം കേട്ടോ. ആദ്യം ഒരാളെ അങ്ങ് എടുക്കാനേ. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. പിന്നീട് ഇതാണ് നിന്റെ കൂടെ കേട്ടോ. കയ്യിലൊന്ന് വെച്ച് നോക്കിക്കേ ഇരിക്കുമെന്ന്. ആഹാ, സൂപ്പർ ആയിക്കണല്ലേ. മയിൽപ്രാവ് എന്ന് പറയും, ആട്ടപ്രാവ് എന്ന് പറയും, വേൽറ്റെയിൽ പ്രാവ് എന്ന് പറയും, ഫാൻറ്റെയിൽ പ്രാവ് എന്ന് പറയും. അതിൻ്റെ എല്ലാ വെറൈറ്റിയും പറയും കേട്ടോ. ഇവിടെ ആട്ടപ്രാവ് എന്നാട്ടാ പറയുന്നത്. ആട്ടപ്രാവ്. എനിക്ക് തോന്നുന്നു പറക്കാൻ അറിഞ്ഞുകൂടാന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് പറത്തി നോക്കട്ടെ. ഓ അയ്യോ, പറക്കാൻ അറിഞ്ഞുകൂടാ കേട്ടോ. അതിൻ്റെ പേരാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ വിട്ടത് ഫീമെയിലും ഇത് മെയിലും. ഓക്കെ, അതെ നോക്കിക്കേ, ഇതിൻ്റെ തലയുടെ ആ ഭാവം നോക്കിയാൽ കളർ നോക്കിക്കേ. അതെ അതെ, അതാ ഞാൻ പറഞ്ഞ ആ ഒരു മിനികളി. ഓക്കെ, അപ്പോൾ വിട്ട് നോക്കിയേ. പറക്കാറിഞ്ഞൂടാ, പറക്കാറിഞ്ഞൂടാ. പറക്കറിഞ്ഞൂടാ, പറക്കറിഞ്ഞൂടാ നിനക്ക്? ഓ, നിറച്ചു മുടിയുണ്ട്. എടുത്തോ. ഓക്കെ, അവനെ എടുത്തു. ഓ, ഇവന്റെ കഴുത്ത് അങ്ങനെയായിരുന്നു. അവൻ പറഞ്ഞു കേട്ടോ, അവൻ പറഞ്ഞു. കൊള്ളാം. ഇവന് ഇച്ചിരി പേടിയുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ വിട്ടതിൻ്റെ പെയറാണ് കേട്ടോ ഇത്. മെയിലാണോ ഫീമെയിൽ ആണോ എന്നൊരു ഐഡിയ ഇല്ല. നോക്ക് പോട്ടെ. ഓക്കെ, ഇപ്പം നൈസായിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ പാക്കൂനെ എടുക്കണോ വേണ്ടത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിൽ ഇപ്പം ഒരുപാട് പേര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അതെ, നിധി എടുത്തു തന്നെ നമ്മളെ കാടമുട്ട ആരുടെയാ? ക്യുല്ലിൻ്റെ. ആ അതെ, നമ്മളെ ക്യുല്ലിൻ്റെ എഗ്ഗാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അത് നീ തന്നെ പൊട്ടിച്ച് കുടിച്ചോ. ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നഷ്ടമില്ല, നമുക്കൊരു സന്തോഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ എടുക്കണം. അതുവരെ ബൈ 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 നിധി, ബൈ. സ്റ്റേ ട്യൂൺ. നമുക്ക് അടുത്തൊരു വീഡിയോ എടുക്കാം. ബൈ.